നീക്സ് ക്രാഫ്റ്റ് ആൻഡ് ലൈഫ് സ്റ്റൈൽ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞായറാഴ്ച നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിന് അപ്പവും പിന്നെ കപ്പയും ബീഫും കൂടി സ്റ്റൂ ആയിരുന്നു. പക്ഷേ ഇതിൻ്റെ റെസിപ്പി അല്ല ഇന്ന് ഞാനിപ്പോൾ കാണിക്കാൻ പോണത്. ഇന്ന് ലഞ്ചിന് വേണ്ടിയിട്ട് ഞങ്ങളൊരു ബിരിയാണി ഉണ്ടാക്കിയായിരുന്നു. അപ്പോൾ അതിൻ്റെ റെസിപ്പിയാണ് ഞാനിന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതെങ്ങനെയാണെന്ന് നോക്കിയാലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ എല്ലാം പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓൾറെഡി എല്ലാം കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അളവൊക്കെ നോക്കാം. ഒരു 3 സവാള ഞാനിവിടെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കുഞ്ഞു കുഞ്ഞായിട്ട്. അപ്പോൾ അതുപോലെ തന്നെ നമുക്ക് പച്ചമസാലയായിട്ട് ഒരു 12 പച്ചമുളക് ഇതുപോലെ ചതച്ച് വെച്ചിട്ടുണ്ട്. അതുപോലെ വെളുത്തുള്ളി ഒരു 3 ടേബിൾ സ്പൂൺ എടുത്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഇഞ്ചിയും ഒരു 3 ടേബിൾ സ്പൂൺ എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് തക്കാളി വേണം. ഒരു തക്കാളി കുഞ്ഞു കുഞ്ഞായിട്ട് ഇതുപോലെ ചോപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. തൈര് ഒരു 3 ടേബിൾ സ്പൂൺ. ഇനി തൈരിന് പുളിയെങ്ങാനും കുറവുണ്ടെങ്കിൽ ഒരു അര ലെമണും കൂടി നമുക്ക് ചേർക്കാം. പിന്നെ നമുക്ക് ഒരു 20 കാഷ്യൂനട്ട് ഞാനിതുപോലെ ഇങ്ങനെ തേങ്ങാപ്പാലിൽ കുതിർത്ത് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ തേങ്ങാപ്പാൽ ഇല്ലെങ്കിൽ വെള്ളത്തിലാണെങ്കിലും കുതിർത്ത് നമുക്ക് അരച്ചെടുക്കാം കേട്ടോ അത്. പിന്നെ മല്ലിയിലയും പുതിനയിലയും കുഞ്ഞു കുഞ്ഞായിട്ട് അരിഞ്ഞെടുത്തത് വേണം. നമുക്ക് ഗരം മസാല നമ്മളുടെ വീട്ടിൽ പൊടിച്ചത് ഒരു 3 ടേബിൾ സ്പൂൺ വേണം. പിന്നെ നമുക്ക് കാശ്മീരി ചില്ലി പൗഡർ 1 ടീസ്പൂൺ വേണം, ഒരു കളറിന് വേണ്ടിയിട്ട് മാത്രം. പിന്നെ നമുക്ക് മല്ലിപ്പൊടി വേണം 1 ടീസ്പൂൺ. 1 ടീസ്പൂണിൽ മല്ലിപ്പൊടി കൂടരുത്. കൂടിക്കഴിഞ്ഞാൽ നമ്മുടെ മസാലയുടെ ടേസ്റ്റ് തന്നെ മാറിപ്പോവും. മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂൺ നമുക്ക് എടുക്കാം കേട്ടോ. പിന്നെ ചിക്കൻ ഇതുപോലെ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. വലിയ പീസായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു 4 കപ്പോളം അരി ബസുമതി റൈസ് എടുത്തിട്ട് ഞാനിങ്ങനെ കഴുകിയിട്ട് അതൊന്നും ഒരു ഊട്ടപാത്രത്തിലിട്ടിങ്ങനെ വെച്ചിട്ടുണ്ട്. അതായത് ഇത് സോക്ക് ചെയ്തിട്ടൊന്നുമില്ല, ജസ്റ്റ് കഴുകി അങ്ങനെ ഊട്ടപാത്രത്തിലിട്ട് നമ്മുടെ വെള്ളം കളഞ്ഞെടുക്കണേണ്. പിന്നെ നമുക്ക് ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് പൈനാപ്പിൾ ഇതുപോലെ കുഞ്ഞു പീസായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് 1 കപ്പ്. പിന്നെ നമുക്ക് മുന്തിരി എടുത്തിട്ടുണ്ട്, കശുവണ്ടി എടുത്തിട്ടുണ്ട്, പിന്നെ സവാള വറുത്തെടുത്തിട്ടുണ്ട്. പിന്നെ നമുക്കൊരു പാൻ വെച്ചിട്ട് അത് ചൂടാവുമ്പോൾ നമുക്ക് അതിൻ്റെ അകത്തേക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഓയിൽ നന്നായിട്ട് ചൂടായി വരുമ്പോഴത്തേക്കും നമുക്ക് അതിൻ്റെ അകത്തേക്ക് സവാള ചേർത്ത് നമുക്കങ്ങ് വഴറ്റി കൊടുക്കാം. അപ്പോൾ ഈ സ്റ്റേജിൽ തന്നെ നമുക്ക് ഉപ്പൊക്കെ ഇട്ട് കൊടുക്കാം കേട്ടോ. പിന്നെ ഇതിൽ നിന്ന് നോക്കിയ 2 ടേബിൾ സ്പൂൺ വെളുത്തുള്ളിയും 2 ടേബിൾ സ്പൂൺ ഇഞ്ചിയും കൂടി ഞാൻ ഇതിൻ്റെ അകത്തേക്ക് ചേർത്ത് വഴറ്റാൻ പോകണം. 1 ടേബിൾ സ്പൂൺ ഇഞ്ചിയും 1 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ഞാൻ നമ്മളുടെ റൈസിന് വേണ്ടിയിട്ട് മാറ്റി വെച്ചേക്കണതാണ്. റൈസിന് വേണ്ടിയിട്ട് നമ്മൾ റൈസ് വഴറ്റുന്നതിന് മുമ്പായിട്ട് നമുക്കത് ഉപയോഗിക്കാം. പിന്നെ അതുപോലെ തന്നെ പച്ചമുളകും ഇതിൻ്റെ അകത്തുനിന്ന് മുഴുവനും ഞാനിപ്പോൾ ചേർക്കുന്നില്ല, കുറച്ച് ഞാനെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ഒരു 10 പച്ചമുളകൊക്കെ ഇപ്പോൾ ചേർത്തിട്ടുണ്ട് ഇതിനകത്ത്. എന്നിട്ട് ഇനി ഇത് നന്നായിട്ട് വഴറ്റി കൊടുക്കാം. നന്നായിട്ട് വഴണ്ട് വരണം. അതിൻ്റെ അകത്താണ് അതിൻ്റെ ഗ്രേവിയൊക്കെ നല്ല തിക്കായിട്ടിരിക്കണം എന്നുണ്ടെങ്കിൽ നമ്മളുടെ സവാള വഴറ്റണ പോലെ ഇരിക്കും. അത് കഴിയുമ്പോൾ നമുക്ക് അതിനകത്തേക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം. കാരണം കണ്ടോ, തക്കാളി ചേർത്ത് കഴിഞ്ഞാൽ അടി പിടിക്കണതൊക്കെ അങ്ങ് കുറയും. എന്നിട്ട് തക്കാളി ചേർത്തതിന് ശേഷം മൂടി വെച്ച് ഒന്ന് വേവിച്ചെടുക്കാം നമുക്ക്. ഉണ്ടോ, ഇപ്പം തക്കാളി നന്നായിട്ട് വഴണ്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ സ്റ്റേജിൽ നമുക്ക് നമ്മുടെ പൊടികളൊക്കെ ചേർക്കാം. അപ്പോൾ ആദ്യമേ തന്നെ നമുക്ക് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ ചേർത്തിട്ടുണ്ട്. എന്നിട്ട് അത് നന്നായിട്ട് മഞ്ഞൾപ്പൊടി, അതായത് പൊടികളൊക്കെ കൂടി ഒരുമിച്ചിടരുത്, എല്ലാം ഇങ്ങനെ നമ്മൾ സെപ്പറേറ്റ് ഇട്ട് വഴറ്റി എടുക്കുക. അപ്പോൾ മഞ്ഞൾപ്പൊടി ഇട്ട് ജസ്റ്റ് ഒന്ന് വഴറ്റി വരുമ്പോൾ നമുക്ക് നമ്മളുടെ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം. മല്ലിപ്പൊടി 1 ടീസ്പൂൺ ഇടാൻ പാടുള്ള കേട്ടോ, അതിൽ കൂടരുത്. നമ്മൾ മല്ലിപ്പൊടി ഇട്ടില്ലെങ്കിലും പ്രശ്നമില്ല, പക്ഷേ ഇത് കൂടരുത്. അപ്പോൾ അതും ഇട്ടിട്ട് നമുക്ക് അതും നന്നായിട്ട് മൊരിയിച്ചെടുക്കാം. പിന്നെ നമുക്ക് ഒരു കളറിന് വേണ്ടിയിട്ട് മാത്രം നമുക്ക് കാശ്മീരി ചില്ലി പൗഡർ അതിനകത്തേക്ക് ചേർക്കാം. അതും 1 ടീസ്പൂണേ ചേർക്കുന്നുള്ളൂ.
നമ്മൾ അതായത് ഇതിൻ്റെ അകത്ത് നമുക്ക് മസാല എന്ന് പറയാനായിട്ട് നമ്മൾ കുറച്ചധികം ഉപയോഗിക്കുന്നതെന്ന് പറഞ്ഞാൽ ഗരം മസാല മാത്രമാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ അതിനകത്ത് ഇതൊരു ടേബിൾ സ്പൂണാണ്. ടേബിൾ സ്പൂണിൽ 2 ടേബിൾ സ്പൂൺ മുഴുവനും ഞാൻ ഗരം മസാല നമ്മുടെ വീട്ടിൽ പൊടിച്ചത് കേട്ടോ, അത് ഇട്ട് കൊടുക്കണതാണ്. 2 ടേബിൾ സ്പൂൺ അതിട്ട് അത് നന്നായിട്ട് അങ്ങ് മൂക്കണം, നന്നായിട്ട് വഴറ്റിയെടുക്കുക, മൂപ്പിച്ചെടുക്കുക നന്നായിട്ട്. അങ്ങനെ മൂത്ത് കഴിയുമ്പോഴത്തേക്കും നമുക്ക് അതിൻ്റെ അകത്തേക്ക് നമ്മൾ എടുത്ത് വെച്ചേക്കുന്ന തൈര് ഉണ്ടല്ലോ, 3 ടേബിൾ സ്പൂൺ തൈര്, അത് നമുക്ക് അതിൻ്റെ അകത്തേക്ക് ചേർത്ത് കൊടുക്കാം. ചേർത്ത് നന്നായിട്ട് അങ്ങ് വഴറ്റി കൊടുക്കാം നമുക്ക്. അതിനുശേഷം നമുക്ക് ചിക്കൻ പീസസ് ഒക്കെ അതിൻ്റെ അകത്തേക്ക് എല്ലാം ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. മല്ലിയിലയും പുതിനയിലയും നമുക്ക് ചേർത്ത് കൊടുക്കാം. നമുക്ക് ഈ സമയത്ത് നമുക്ക് അതിൻ്റെ അകത്തുള്ള പുളിയൊക്കെ നോക്കിയിട്ട്, പുളി വേണമെങ്കിൽ ഇപ്പം ഞാനൊരു അര നാരങ്ങയും കൂടി അതിൻ്റെ അകത്തേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കത് ചെറിയ തീയിൽ കിടന്ന് ഇത് വെന്ത് കിട്ടണം നമുക്ക്. അപ്പം മൂടി വെച്ച് നമുക്കതങ്ങ് വേവിച്ചെടുക്കാം. അപ്പോൾ ഇത് ഒരുവിധം നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഞാൻ വെള്ളമൊന്നും ചേർത്തിട്ടില്ല, ചിക്കനിൽ നിന്നുള്ള വെള്ളം തന്നെയാണ്. അപ്പോൾ ഇതിങ്ങനെ ഈ ഒരു സ്റ്റേജ് ആയി കഴിയുമ്പോൾ നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന കശുവണ്ടി തേങ്ങാപ്പാലിൽ അരച്ച് വെച്ചിട്ടില്ലേ, അത് നമുക്കങ്ങ് അതിൻ്റെ അകത്തേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. അപ്പം നമ്മുടെ ചിക്കൻ്റെ മസാല ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് തീ ഓഫ് ചെയ്തിട്ടുണ്ടല്ലോ, നമുക്ക് റൈസിൻ്റെ പരിപാടി എന്താണെന്ന് നോക്കാം. അപ്പോൾ ഒരു പാനിൽ നെയ്യ് ഒഴിച്ചു കൊടുത്ത ശേഷം ബട്ടർ ഇങ്ങനെ മെൽറ്റ് ചെയ്ത് ഇട്ടതിന് ശേഷം നമുക്ക് അതിനകത്തേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റ് ആക്കി വെച്ചേക്കണത് നമുക്കങ്ങ് ചേർത്ത് വഴറ്റി കൊടുക്കാം. അതൊരുവിധം വഴറ്റി വരുമ്പോഴത്തേക്ക് നമുക്ക് 1 ടേബിൾ സ്പൂൺ ഗരം മസാല ഉണ്ടല്ലോ, അത് ചേർക്കാം. അപ്പം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇത് മുഴുവൻ മസാലയായിട്ട് ചേർക്കാം കേട്ടോ. അപ്പോൾ എൻ്റെ കുട്ടികൾക്ക് അത് കടിക്കണത് ഇഷ്ടമല്ല, അതുകൊണ്ടാണ് ഞാനിങ്ങനെ പൊടിയായിട്ട് ഇട്ടേക്കണം. അപ്പം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ കൂടെ ഈ സ്ഥാനത്ത് മുഴുവൻ മസാല ഇടാം. പിന്നീട് നമുക്കത് അതിൻ്റെ അകത്തേക്ക് ചൂടുവെള്ളം ഞാനിപ്പോൾ ഒഴിച്ചു കൊടുക്കണതാണ്. അപ്പം നമ്മളിത് കൂടുതൽ വെള്ളം വെച്ചിട്ട് അരി ഊറ്റിയെടുക്കുകയാണ് നമ്മൾ ചെയ്യണത്. അപ്പോൾ വെള്ളത്തിലോട്ട് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കാം. ഉപ്പ് ഇത്തിരി മുന്നിട്ട് നിൽക്കണം കേട്ടോ. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമുക്കിത് നന്നായിട്ട് തിളച്ച് വരുമ്പോഴത്തേക്കും നമുക്ക് അതിൻ്റെ അകത്തേക്ക് അരി ചേർത്ത് കൊടുക്കാം. അരി വെന്ത് ഒരു പകുതി വേവായി കഴിയുമ്പോൾ നമുക്ക് അതിൻ്റെ അകത്തേക്ക് ഒരര നാരങ്ങ പിഴിഞ്ഞിട്ട് നമുക്ക് അതിൻ്റെ അകത്തേക്ക് ഒഴിക്കാം. പോരാത്തതിന് അത് പിഴിഞ്ഞതിന് ശേഷം അതിൻ്റെ തോടുണ്ടല്ലോ, അതും കൂടി നമുക്ക് അതിൻ്റെ അകത്തേക്ക് തന്നെ അങ്ങ് ഇട്ട് കൊടുക്കാം. അപ്പോൾ അരി ഞാനിവിടെ ഊറ്റിയെടുത്ത് വെച്ചിട്ടുണ്ട്. ഒരു ഇരുമ്പിൻ്റെ പാത്രം നന്നായിട്ട് ചൂടായിട്ടിരിക്കണം, അതിൻ്റെ പുറത്തേക്ക് ഒരു കലം വെച്ചിട്ടുണ്ട്. കുറച്ച് നെയ്യും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിന് മുകളിലായിട്ട് ഒരു ലെയർ റൈസ് നമുക്കിങ്ങനെ ഇട്ട് കൊടുക്കാം. പിന്നെ ഒരു ലെയർ മസാല, ചിക്കൻ മസാല നമുക്കങ്ങ് ചേർത്ത് കൊടുക്കാം. ചിക്കനും മസാലയൊക്കെ കൂടി നമുക്കങ്ങ് ലെയർ ചെയ്ത് കൊടുക്കാം. പിന്നെ നമുക്ക് കുറച്ച് പൈനാപ്പിൾ ചേർത്ത് കൊടുക്കാം. പിന്നെ സവാള, കശുവണ്ടി, മുന്തിരി ഇതെല്ലാം നമുക്കങ്ങ് ചേർക്കാം. പിന്നെ ഒരു സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. അതിന് മുകളിലായിട്ട് കുറച്ച് മല്ലിയിലയും പുതിനയിലയും കൂടി ഇട്ട് കൊടുക്കാം. പിന്നെയും വീണ്ടും നമുക്ക് റൈസ് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ഇങ്ങനെ ഈ പ്രോസസ്സ് നമുക്കങ്ങ് റിപ്പീറ്റ് ചെയ്യാം. അവസാനം വരെ ഇത് തീരുന്നവരെ, മസാലയും റൈസും ഒക്കെ തീരുന്നവരെ നമുക്കിതങ്ങ് റിപ്പീറ്റ് ചെയ്യാം.
നമ്മുടെ ബിരിയാണി അപ്പോൾ ലെയർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിത് മൂടി വെച്ചതിന് ശേഷം ഏതെങ്കിലും ഒരു വെയിറ്റുള്ള പാത്രം, അപ്പോൾ ഞാനിവിടെ ഒരു ഇരുമ്പിൻ്റെ പാത്രം ഇതിൻ്റെ മുകളിലായിട്ട് വെച്ചിട്ടുണ്ട്. എന്നിട്ട് ഒരു 20 മിനിറ്റോളം ഞാനിതിങ്ങനെ ദം ചെയ്തെടുത്ത്. ഇപ്പം ഞാൻ ഇത് തുറന്നിട്ടുണ്ട്. നോക്കിയേ, നമ്മളുടെ ബിരിയാണിയും നല്ല ആവിയൊക്കെ പറക്കുന്നുണ്ട്. നല്ല സ്മെല്ലാണ് കേട്ടോ. അത് നമ്മളിതിനകത്ത് പൈനാപ്പിളൊക്കെ ചേർത്തേക്കണോണ്ടേ പിന്നെ അരിയൊക്കെ ആണെങ്കിൽ ഉടഞ്ഞൊന്നും പോയിട്ടില്ല. നല്ല സൂപ്പറായിട്ട് കിട്ടിയിട്ടുണ്ട് നമുക്ക്. എല്ലാവർക്കും ധൈര്യമായിട്ട് ട്രൈ ചെയ്ത് നോക്കാൻ പറ്റിയ റെസിപ്പിയാണിത്. സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ. അതായത് ഇതിൻ്റെ മസാലയുടെ കുത്തൊന്നും ഇല്ലാണ്ട് നല്ല ഫ്ലേവർ നമുക്ക് നന്നായിട്ട് കിട്ടുന്ന ഒരു ബിരിയാണിയാണ്. അപ്പോൾ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ഇടാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. താങ്ക് യു.